നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു സാമ്പാർ വയ്ക്കാം കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റിൽ കഷ്ണങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരു സാമ്പാർ വയ്ക്കാം. അപ്പോൾ ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും സുഖമായിരിക്കാൻ കഴിയട്ടെ, സന്തോഷമായിരിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഇതാ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കണം. ഇനി നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കഷ്ണങ്ങൾ, നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് സാമ്പാർ വയ്ക്കാനുള്ള കഷ്ണങ്ങൾ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു മീഡിയം സൈസിലുള്ള സവോള, ഒരു വഴുതനങ്ങ, കുറച്ച് ഒരു ചെറിയ കഷ്ണം പടവലങ്ങ, ചെറിയ കഷ്ണം വെള്ളരിക്ക, ഒരു 2 ഉരുളക്കിഴങ്ങ്, പിന്നെ അമരയ്ക്ക, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇരിക്കുന്നുവോ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതാ ഇതുപോലെ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഒരുപാട് പുതിയ പുതിയ കൂട്ടുകാർ വരുന്നുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളകൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് മതി, അല്ലെങ്കിൽ നമുക്ക് എരിവ് ഒരുപാടായിപ്പോൾ. എനിക്ക് സാമ്പാറിന് കുറച്ച് എരിവ് കൂടുതലായിരുന്നു കേട്ടോ. എൻ്റെ മുളക് പൊടിക്ക് നല്ല എരിവാണ്. അതുപോലെ അറ്റം ഒന്ന് പിളർന്നിട്ട് നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് വേണമെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നല്ല ഞാൻ ചേർക്കാറുണ്ട്, പക്ഷേ സംഭവം ഞാനത് മറന്നു പോയിട്ടോ. അതുകൊണ്ട് പിന്നീട് കറിവേപ്പിലയും ചേർത്തില്ല. എന്നിട്ട് ഈ പച്ചമുളക് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതങ്ങ് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതേ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഈ കുക്കറിലേക്ക് അങ്ങ് ആക്കി കൊടുക്കാം. നമ്മൾ കുക്കറിലാണ് ഇത് വെക്കുന്നത്. കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ട്, ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. മിക്കവാറും ഞാൻ ഒരുപാട് സാമ്പാറിൻ്റെ റെസിപ്പി ഇതിൽ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊരു വ്യത്യസ്തമായിട്ടൊന്ന് ആണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ സാമ്പാർ വെച്ചപ്പോഴാണ് വിചാരിച്ചത് ഈ സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ വിചാരിച്ചു ഓക്കെ നമുക്കെന്നാൽ വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പം നമ്മളിതാ വഴറ്റി ആ പാൻ തന്നെ വീണ്ടും വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കുറച്ചും കൂടെ ആയാലും കുഴപ്പമില്ല കേട്ടോ. പൊളിച്ചെടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത് ചേർത്ത് കൊടുത്തത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി നന്നായിട്ട് വാടി വരണം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 തക്കാളി, ഒരു മീഡിയം സൈസിലുള്ളതായിരുന്നു, അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ആ പാത്രത്തിൻ്റെ സൈഡിൽ ഒരു കഷ്ണം ഇഞ്ചി മറ്റേതോ കറക്കി വെച്ചിരുന്നതായിരുന്നു കേട്ടോ. അതും കൂടി ഇതിലേക്ക് വീണു. അപ്പോൾ ഞാനതങ്ങ് എടുത്ത് മാറ്റിയതാണ്. തക്കാളി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട് കേട്ടോ. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തക്കാളി ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ മുളക് പൊടിക്ക് നല്ല എരിവാണ് കേട്ടോ. 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇനി നമ്മൾ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് 1 ടീസ്പൂൺ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ സാമ്പാറിന് എരിവ് കൂടുതലായിരുന്നു. എന്നിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. നമ്മുടെ ഈ ഉള്ളിയിൽ കൂടെ കിടന്നിട്ടത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിക്കോട്ടെ നമ്മുടെ മസാലകളൊക്കെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചൂടുവെള്ളത്തിന് പ്രത്യേകിച്ചൊരു അളവില്ല. നമുക്ക് സാമ്പാറിന് നമ്മൾ സാധാരണ സാമ്പാർ വെക്കുമ്പോൾ ചേർക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ആ ഒരു കണക്കിന് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടായി പോകണ്ട, കാരണം നമ്മളിനി അരപ്പൊക്കെ ചേർത്ത് വയ്ക്കല്ലേ. അപ്പോൾ
വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് സാമ്പാറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടും തിളച്ച് വരണം. ഇതിപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ കുക്കറിലാക്കി വെച്ചിട്ടുള്ള കഷ്ണങ്ങളുണ്ടല്ലോ, വഴറ്റി വെച്ചിട്ടുള്ള, അതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. കുക്കർ തുറന്നിട്ട് അതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇത് ഇവിടെ വെച്ചൊക്കെ ഒഴിക്കുന്ന എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം വീണ് പോയ സ്റ്റൗവിലൊക്കെ ആവും. പിന്നെ ക്യാമറ ഇനി നമ്മൾ ട്രൈപോഡ് മാറ്റണം. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ വെച്ച് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും എവിടെയെങ്കിലും വീണില്ല. കുറച്ച് വെള്ളം കൂടെ ഈ പാനിലേക്ക് ഒഴിച്ചിട്ട് അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് സാമ്പാർ പരിപ്പ് ചേർത്ത് കൊടുക്കണം. ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പരിപ്പങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ആദ്യമൊക്കെ പണ്ട് കാലത്തൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന പരിപ്പെന്ന് പറയുമ്പോൾ ഒരുപാട് സമയം വേകണമായിരുന്നു. ഇപ്പോൾ ഉള്ള ഈ പരിപ്പെന്ന് പറയുമ്പോൾ ഈ കഷ്ണത്തിനേക്കാളും മുമ്പ് വേകും. അതുകൊണ്ടാണ് ഞാൻ പരിപ്പ് വേറെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് ചേർക്കാത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചേർത്താൽ മതി. നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് സാമ്പാറിലേക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം. അപ്പം ഒരുപാട് കായത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് ഒരു കുഞ്ഞ് കഷ്ണം കായം, കട്ടക്കായമാണ് നല്ലത്, അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ സാമ്പാർ പൊടിക്ക് നന്നായിട്ട് കായത്തിൻ്റെ ഫ്ലേവർ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അല്ലെങ്കിൽ നമുക്ക് ഈ സമയം അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതായത് എല്ലാം ചേർത്ത് വെച്ചു. ഇനി നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ മതി കേട്ടോ. ഒരു വിസിലടിക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം. എന്നിട്ട് അപ്പോൾ തന്നെ ഈ എയറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് തുറക്കുകയും വേണം. അല്ലെങ്കിൽ വെന്ത് പോവും. കാരണം നമ്മൾ നന്നായിട്ട് വഴറ്റിയതാണല്ലോ ഈ കഷ്ണങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു വിസിൽ വന്നപ്പോഴത്തേക്ക് അപ്പം തന്നെ എയറൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതേ കണ്ടോ, കഷ്ണങ്ങളൊക്കെ നന്നായിട്ട്, നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയിലയൊക്കെ ചേർത്ത് കുറച്ച് സമയം കൂടെ നമ്മളത് ഇനി ഒരു 5 മിനിറ്റ് കൂടെ നമ്മൾ എന്തായാലും ഇനി ഇത് തിളപ്പിക്കുന്നുണ്ട്. സാമ്പാർ പൊടിയൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ അതുകൂടെ ആകുമ്പോൾ നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടാകും. നല്ലൊരു മണമാണ് കേട്ടോ. നമ്മൾ ഈ വഴറ്റിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണമാണ് നമ്മൾ കുക്കർ തുറക്കുമ്പോഴത്തേക്ക്. ഇനി നമുക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് സാമ്പാർ പൊടി ചേർക്കാം. കുക്കറപ്പം നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഞാൻ നിറച്ച് കുക്കറിൽ വെക്കാറില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചതുകൊണ്ട് ആണ് അങ്ങനെ ആയിപ്പോയത്. അല്ലെങ്കിൽ നമ്മൾ കുക്കറിലേക്ക് നമ്മൾ കഴുകി കഷ്ണങ്ങളെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഒരുപാട് ആകുന്നുണ്ടെങ്കിൽ. ഇത് പക്ഷേ ഇങ്ങനെ വഴറ്റിയതുകൊണ്ട് അറിയാൻ പറ്റിയില്ല. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം. ഉപ്പും പുളിയൊക്കെ പാകണം നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. നന്നായിട്ടങ്ങ് കുറുകി വന്നതുകൊണ്ട് തന്നെ കുറച്ച് ചൂട് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പം നമ്മുടെ സാമ്പാർ അടിപൊളി ടേസ്റ്റിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയില ചേർക്കാം. അപ്പോൾ ഇനി നമ്മളിതിനെ കടുക് വറുത്ത് ചേർക്കണം കേട്ടോ. അത് ഞാൻ പക്ഷേ ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എപ്പോഴും ഇങ്ങനെയാണല്ലോ, സാമ്പാർ വയ്ക്കുന്നുണ്ട്, കടുക് വറുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഒരു 10 മിനിറ്റിൻ്റെ മുകളിലായിട്ടുണ്ട് ഈ വീഡിയോ. ഒരുപാട് ഇനി ലെങ്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കാണിച്ചിട്ടില്ല. ഇത്രയേ ഉള്ളൂ. ഒന്നങ്ങ് അടച്ച് വയ്ക്കുന്നുണ്ട്. നമ്മുടെ ആ മല്ലിയിലയുടെയൊക്കെ ഫ്ലേവർ ഒന്നും പിടിച്ചോട്ടെ. 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് തുറന്നു, ഒന്നുകൂടെ ഒന്ന് ഇളക്കി. അപ്പോൾ നല്ല കിടുക്കാച്ചി ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കടുക് വറുത്ത് സാധാരണ ചെറിയ ഉള്ളി, ഉണക്കമുളക്, കറിവേപ്പില, കടുക് ഇതൊക്കെ കൂടെ ചേർത്തിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ ചാനൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇനി വീണ്ടും പറയുന്നില്ല.
അപ്പം വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.